ഹായ്, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ലെസൺസിലായിട്ട് നമ്മൾ പഠിച്ചത് മദർ ആൻഡ് ദി മൗസ് എന്ന ഒരു പോം ആണ്. 6 സ്റ്റാൻസസ്, ഫസ്റ്റ് 6 സ്റ്റാൻസസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി 7 to 11 ലാസ്റ്റ് 5 more സ്റ്റാൻസസ് കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതാണ് ഇന്നത്തെ നമ്മുടെ ലെസൺ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. I picked a broom and shooed at it. I chased it to the hall. I almost whacked it sharply for driving Mummy up that wall. I picked a broom and shooed at it. ഒരു broom means ചൂല്. അതൊരു ചൂലെടുത്തു. എന്നിട്ട് എന്താ ചെയ്തത്? What did he do then? And shooed at it. Shoo means make a person or animal go away by waving one's arms at them. അതായത് നമ്മൾ ഒരു അനിമലിനെയോ ഒരു പേഴ്സണെയോ മറ്റോ അങ്ങോട്ട് മാറ്റാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകാൻ വേണ്ടി നമ്മൾ കൈകൊണ്ട് ഒരു ആക്ഷൻ കാണിക്കില്ലേ, അതാണ് ഷൂ. ഷൂഡ് എന്നുള്ള വേർഡാണ് ഉള്ളത്. ഷൂഡ് മീൻസ് ഇറ്റ് ഇസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് ദ വേർഡ് ഷൂ. നെക്സ്റ്റ് ലൈൻ നോക്കൂ. ഐ ചേസ്ഡ് ഇറ്റ് ടു ദ ഹോൾ. ചേസ് മീൻസ് റൺ ആഫ്റ്റർ. ഐ ചേസ്ഡ് ഇറ്റ്, ഞാൻ അതിൻ്റെ ഐ റാൻ ആഫ്റ്റർ, അതായത് പുറകെ ഓടിച്ചെന്നു, പിന്തുടർന്നു. ടു ദ ഹോളിലേക്ക്. മൗസ് ഓടിപ്പോകുന്നതിനനുസരിച്ച് കുട്ടിയും അതിൻ്റെ പിന്നാലെ ഓടിച്ചെന്നു എന്നാണ് ഇവിടെ മീൻ ചെയ്തിരിക്കുന്നത്. ഐ ഓൾമോസ്റ്റ് വാക്ഡ് ഇറ്റ് ഷാർപ്ലി. വാക്ഡ് മീൻസ് ഇറ്റ് ഈസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് വാക്ക്. വാക്ക് മീൻസ് ശക്തിയായി അടിക്കുക, സ്ട്രൈക്ക് ഫോഴ്സ്ഫുള്ളി വിത്ത് എ ഷാർപ്പ് ബ്ലോ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ വളരെ ശക്തിയായി തന്നെ അടിച്ചു. ഫോർ ഡ്രൈവിങ് മമ്മി അപ്പ് ദാറ്റ് വാൾ. എന്തുകൊണ്ടാണ് അങ്ങനെ അടിച്ചത്? ഫോർ ഡ്രൈവിങ് മമ്മി അപ്പ് ദാറ്റ് വാൾ, അതായത് എൻ്റെ മമ്മിയെ ഇങ്ങനെ ഓടിച്ച് മുകളിലേക്ക് കയറ്റിയിരുത്തിയ ആളല്ലേ എന്ന മട്ടിലാണ് അടിച്ചത്. ഫോർ എന്നുള്ള ഒരു വേർഡ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബിക്കോസ് എന്നുള്ള മീനിങ് ആണ്. ഫോർ ഡ്രൈവിങ് മമ്മി അപ്പ് ദാറ്റ് വാൾ. But it was quick and cunning and soon gave me the slip. It vanished in the hallway into the garden skip. But it was quick and cunning. Quick means ഫാസ്റ്റ് ആയിരുന്നു. കണ്ണിങ് മീൻസ് തന്ത്രപരമായിട്ട് സൂത്രശാലിയായിരുന്നു എന്ന് പറയുന്നില്ല, ട്രിക്കി. ഇറ്റ് മീൻസ് ഹിയർ ഇറ്റ് ഈസ് മൗസ് ഭയങ്കര ക്യുക്കായിരുന്നു, അതുപോലെ തന്നെ ട്രിക്കിയും ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചത്? ആൻഡ് സൂൺ ഗേവ് മീ ദ സ്ലിപ്പ്. അവിടെ നിന്ന് പെട്ടെന്ന് മാറിപ്പോയി, അതായത് അവിടെ നിന്ന് എസ്കേപ്പായി പോയി, അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഇവിടെ ഗേവ് മീ ദ സ്ലിപ്പ്, ഗീവ് സംവൺ ദ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷനാണ്. അതിൻ്റെ മീനിങ് ടു എസ്കേപ്പ് ഫ്രം സംവൺ എന്നാണ്. മൗസ് അവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്തു പോയി കുട്ടിയിൽ നിന്ന്. ഇറ്റ് വാനിഷ്ഡ് ഇൻ ദ ഹോൾവേ. വാനിഷ്ഡ് മീൻസ് ഡിസപ്പിയർ ആയി പോയി, അപ്രത്യക്ഷമായി പോയി എന്ന് പറയില്ലേ, വാനിഷ്. അതാണ് അതിൻ്റെ പ്രസൻറ്റ് ടെൻസ് ഫോം. ദ വാനിഷ്ഡ് പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡിസപ്പിയേർഡ് ഇൻ ദ ഹോൾവേ മീൻസ് ആ ഹാളിലേക്കുള്ള ഒരു ആൻ എൻട്രൻസ് ഹാൾ എന്ന് പറയാം. അതായത് ഹാളിലേക്കുള്ള ആ ഒരു വഴിയിൽ തന്നെ അവിടെ വെച്ചിട്ട് അപ്രത്യക്ഷമായി പോയി. ഇൻ ടു ദ ഗാർഡൻ സ്കിപ്പ്. അവിടെ നിന്ന് അതെവിടേക്കാണ് പോയത്? ഇൻ ടു ദ ഗാർഡൻ സ്കിപ്പ് മീൻസ് ഒരു മെറ്റൽ കണ്ടെയ്നർ ഇൻ വിച്ച് ഗാർഡൻ വേസ്റ്റ് ഓർ അൺവാണ്ടഡ് മെറ്റീരിയൽസ് ആർ പുട്ട്. അതായത് ഗാർഡനിലൊക്കെ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെറ്റൽ കണ്ടെയ്നർ, അതിനകത്തേക്ക് ഓടി മറഞ്ഞുപോയി. ഐ റാൻ ഇൻ ടു ദ കിച്ചൺ ആൻഡ് ഹെൽപ്പ് മൈ മമ്മി ഡൗൺ, ട്രെംപ്ലിംഗ് ലൈക്ക് ആൻ ഓട്ടം ലീഫ്. ഷീ വോർ എ ഫ്രൈറ്റൻഡ് ഫ്രൗൺ. ഐ റാൻ ഇൻ ടു ദ കിച്ചൺ, ഞാൻ കിച്ചണിലേക്ക് ഓടിച്ചെന്നു. ആൻഡ് ഹെൽപ്പ് മൈ മമ്മി ഡൗൺ, മമ്മിയെ ഹെൽപ്പ് ചെയ്ത് എന്തിനാ? താഴേക്ക് ഇറങ്ങാൻ വേണ്ടി. മമ്മി മുകളിൽ കയറിയിരിക്കുകയല്ലേ. ട്രെംപ്ലിംഗ് ലൈക്ക് ആൻ ഓട്ടം ലീഫ്. ഷീ വാസ് ട്രെംപ്ലിംഗ്, അതായത് വിറയ്ക്കുകയായിരുന്നു. ട്രെംപ്ലിംഗ് മീൻസ് വിറയ്ക്കുക. ലൈക്ക് ആൻ ഓട്ടം ലീഫിനോടാണ് അത് കമ്പയർ ചെയ്തിരിക്കുന്നത്. മമ്മി ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നതിനെ ഒരു ഓട്ടം ലീഫുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഈ ഓട്ടം സീസണിൽ ട്രീസിൽ നിന്ന് ലീവ്സൊക്കെ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങും. അപ്പോൾ അതിന് മുൻപായിട്ട് ലീവ്സിൻ്റെ കളറൊക്കെ മാറി അത് ഡ്രൈ ആയി വളരെ വീക്കാവും. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ കാറ്റോ മറ്റോ വന്നു കഴിഞ്ഞാൽ ഈ ലീവ്സൊക്കെ തനിയെ ട്രീസിൽ നിന്ന് വീഴാൻ തുടങ്ങും. ആ സമയത്തുള്ള
ഒരു ലീഫ് എന്ന് പറഞ്ഞാൽ വളരെ വീക്കാണ്, വളരെ ലൈറ്റാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. മമ്മി വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓട്ടം ലീഫിനെ പോലെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ വോർ എ ഫ്രൈറ്റൻഡ് ഫ്രോൺ. ഫ്രൈറ്റൻഡ് മീൻസ് പേടിച്ചരേണ്ടത്. ഇറ്റ് ഈസ് എ ഫേഷ്യൽ എക്സ്പ്രഷൻ ഷോയിങ് ഡിസ്പ്ലഷർ. നമുക്ക് ഒരു സന്തോഷമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു ഫേഷ്യൽ എക്സ്പ്രഷനാണ് ഫ്രൗൺ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഫേഷ്യൽ എക്സ്പ്രഷനോട് കൂടിയാണ് മമ്മി ഇരിക്കുന്നത്. ഷീ വോർ എ ഫ്രൈറ്റൻഡ് ഫ്രോൺ. ഷീ വോർ മീൻസ് വോർ നമുക്കറിയാം വെയർ എന്നുള്ള ഒരു വേർഡിൻ്റെ, അതായത് മലയാളത്തിൽ ധരിക്കുക, ക്ലോത്ത്സ് ഒക്കെ ധരിക്കുക എന്ന് പറയില്ല, വെയർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഇത് വോർ എന്നുള്ളത് വെയർ എന്നുള്ളതിൻ്റെ വേർഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഷീ വോർ എ ഫ്രൈറ്റൻഡ് ഫ്രോൺ എന്ന് പറഞ്ഞാൽ മദറിൻ്റെ ഫേസിൽ അതുപോലെയുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. Don't like mice, she whispered, her big eyes round with fear. I felt like superheroes do. So glad that I was near. I don't like mice, she whispered. Mice means എലികൾ. എനിക്ക് എലികളെ ഇഷ്ടമല്ല. ഇങ്ങനെ ഷീ വിസ്പേർഡ് സോഫ്റ്റ് ആയിട്ടുള്ള സൗണ്ടിൽ പറഞ്ഞു. മൗസ് എന്നുള്ള ഒരു വേർഡിൻ്റെ പ്ലൂറൽ ഫോമാണ് മൈസ്. വിസ്പർ മീൻസ് സ്പീക്ക് വെരി സോഫ്റ്റ്ലി. ഹെർ ബിഗ് ഐസ് റൗണ്ട് വിത്ത് ഫിയർ. മദറിൻ്റെ ബിഗ് ഐസിനെ പറ്റിയിട്ട് ഇതിനു മുൻപ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ഐസാണ് അത്. ഇപ്പോൾ എന്തായി? റൗണ്ട് വിത്ത് ഫിയർ. ഹെർ ബിഗ് ഐസ് റൗണ്ട് വിത്ത് ഫിയർ എന്ന് പറഞ്ഞാൽ ഫിയർ, അതായത് പേടി കൊണ്ട് വലിയ കണ്ണുകൾ കുറച്ചൊരു റൗണ്ട് ഷേപ്പിലേക്കായി. അതായത് നമ്മൾ വല്ലാത്ത ഫിയർ വരുമ്പോൾ നമ്മുടെ കണ്ണിലും അതുപോലത്തെ എക്സ്പ്രഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് മദറിൻ്റെ ആ ബിഗ് ഐസിലും അതുണ്ടായി. റൗണ്ട് വിത്ത് ഫിയർ. മദറിൻ്റെ കണ്ണുകളിൽ പേടിയുണ്ടായിരുന്നു. ഐ ഫെൽറ്റ് ലൈക്ക് സൂപ്പർ ഹീറോസ് ഡു. ആ സമയത്ത് കുട്ടിക്ക് എന്താ തോന്നിയത്? ഫെൽറ്റ് ലൈക്ക് ഞാനൊരു സൂപ്പർ ഹീറോ ആണെന്ന് തോന്നി. കാരണം മദർ ഇത്രയ്ക്കും ധൈര്യശാലിയായ ഒരു മദർ പേടിച്ചിരിക്കുന്ന ഈ സമയത്ത് ഞാനല്ലേ രക്ഷിക്കാൻ വന്നത്. അതുകൊണ്ട് സൂപ്പർ ഹീറോയുടെ ഒരു മനസ്സിൽ തോന്നുന്നത് പോലെ കുട്ടിക്കും തോന്നി. സോ ഗ്ലാഡ് ദാറ്റ് ഐ വാസ് നിയർ. ഗ്ലാഡ് മീൻസ് ഹാപ്പി. മദറിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഉണ്ടായല്ലോ എന്ന കാര്യത്തിൽ എനിക്കൊരുപാട് സന്തോഷം തോന്നി. I told her not to worry. With the mice I was at war. I promised her that she would be safe, for that's what children are for. I told her not to worry. അതായത് വറി ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞാൻ മദറിനോട് പറഞ്ഞു. വിത്ത് ദ മൈസ് ഐ വാസ് അറ്റ് വാർ. ഞാൻ ഇതുവരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അറ്റ് വാർ എന്ന് പറയുന്നത് ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷനാണ്. അതായത് ഐ വാസ് എൻഗേജ്ഡ് ഇൻ എ ഫൈറ്റിംഗ് എന്നാണ് മീനിങ്. ഐ പ്രോമിസ്ഡ് ഹെർ ദാറ്റ് ഷീ വുഡ് ബി സേഫ്. ഞാൻ പ്രോമിസ് ചെയ്തു, മദറിന് പ്രോമിസ് ചെയ്ത് കൊടുത്തത് എന്താ? ഷീ വുഡ് ബി സേഫ്. മദർ എപ്പോഴും സുരക്ഷിതയായിരിക്കും, സേഫ് ആയിരിക്കും. ഫോർ ദാറ്റ്സ് വാട്ട് ചിൽഡ്രൻ ആർ ഫോർ. ആ ഒരു ലൈൻ്റെ മീനിങ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു ഡ്യൂട്ടിയാണ് പാരൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ വരുമ്പോൾ കുട്ടികൾ പാരൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഫോർ ദാറ്റ് ഈസ് വാട്ട് ചിൽഡ്രൻ ആർ ഫോർ. അതിന് വേണ്ടിയിട്ടാണല്ലോ കുട്ടികൾ എന്ന്. അതാണ് അതിൻ്റെ ആ ഒരു ലൈൻ്റെ മീനിങ്. ഇപ്പോൾ മദർ ആൻഡ് ദ മൗസ് എന്ന പോമിൻ്റെ 11 സ്റ്റാൻസാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ബൈ.